ഹേയ് ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഒരു ഗോൾഡ് പർച്ചേസിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് മാവ് റോഡിലുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും വാമിക്കുട്ടിയും കൂടിയാണ് പോകാൻ പോകുന്നത്. അപ്പം ആക്ച്വലി ഞാനിപ്പം ഗുജറാത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ വന്ന സ്ഥിതിക്ക് നാട്ടിലെത്തിയാലേ ഇതൊക്കെ നടക്കുള്ളൂല്ലോ. കാരണം അവിടെ അങ്ങനത്തെ നല്ല കളക്ഷൻസ് ഒന്നുമില്ല. അപ്പം പിന്നെ എന്തായാലും നമ്മൾ നാട്ടിലുള്ള സ്ഥിതിക്ക് വേഗം പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം റേറ്റൊക്കെ കുറയുമെന്ന് വിചാരിച്ച് കുറേ ഇരുന്നു. പക്ഷെ നമ്മുടെ ഗോൾഡിൻ റേറ്റ് കൂടുക എന്നല്ലാണ്ട് കുറയുന്നില്ല. എന്തായാലും ഇനിയിപ്പം ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കേണ്ട, എന്തായാലും വാങ്ങിക്കാമെന്ന് അങ്ങ് വിചാരിച്ചു കേട്ടോ. ചിലർക്കൊന്നും ഗോൾഡ് ജ്വല്ലറി ഇടാൻ അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് ഗോൾഡൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് കേട്ടോ. അപ്പം അതായത് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഇട്ട് നടക്കാനല്ല, പക്ഷേ എന്നാലും എനിക്ക് ഗോൾഡ് ഇടാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗോൾഡ് എപ്പോഴും നമുക്കൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണെന്നാണ് കേട്ടോ. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുമ്പം ഗോൾഡ് നമ്മളെ കയ്യിലുള്ളത് ഒരു അസറ്റ് തന്നെയാണല്ലോ. അങ്ങനെ നമ്മുടെ മലബാറിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടോ. അപ്പം ആദ്യം തന്നെ ഞാനൊരു മാല വാങ്ങിക്കാനായിരുന്നു കേട്ടോ എൻ്റെ പ്ലാന്. അപ്പം അവർ പറഞ്ഞു സെക്കൻഡ് ഫ്ലോറിലാണ് മാല ഉള്ളതെന്ന്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന മാല എന്ന് പറയുമ്പം ഒരുപാട് ഹെവി ആയിട്ടുള്ള മാലയൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ വിത്ത് പെൻഡൻ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഡബിൾ കളക്ഷൻസ് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കണ്ടപ്പം. പക്ഷേ കുറച്ച് കൺഫ്യൂസ്ഡും കൂടിയായി. കാരണം കുറേ കളക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടാണല്ലോ ഏതെടുക്കണം എന്നുള്ളത്. പിന്നെ കൂടെ അമ്മയും ഉള്ളതുകൊണ്ട് അമ്മ കുറേയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഹസ്ബൻഡിനെയും കുറേ വീഡിയോ കോളൊക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് കാണിച്ചു കൊടുത്തിട്ട് ഏതാണ് നല്ലതെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടി. അല്ലാണ്ട് എനിക്ക് സ്വയമായിട്ടൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു പൂ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പൂക്കാലം കിട്ടിയ അവസ്ഥയായിരുന്നു അവിടെ എത്തിയപ്പോട്ടോ. ഇത് മലബാറിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ശരിക്കുള്ള അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സത്യാവസ്ഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ചെയിനിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന പെൻഡൻസ് ആണ് കേട്ടോ. ഈ പെൻഡൻസിൽ നമ്മുടെ പ്രഷ്യസ് സ്റ്റോൺസ് ആയിട്ടുള്ള റൂബി, എമറാൾഡ്, അതേപോലെ നമ്മുടെ ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട്സ് ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ള പെൻഡൻസ് ആണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ മാലയ്ക്ക് കണ്ടില്ല, ഇത് ആക്ച്വലി പേൾ വിത്ത് ഗോൾഡ് ചെയിൻ ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഒക്കെ. നമുക്കെന്തായാലും ഈ മാലയ്ക്ക് എടുത്തു തന്ന ആൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾ ഏകദേശം രാവിലെയല്ല, ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഏകദേശം വൈകുന്നേരം 7 മണിക്കാണ് കേട്ടോ. അതുവരെ അദ്ദേഹം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കസ്റ്റമർ സർവീസ് അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു കേസിൽ ഞാനിപ്പം ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയാൽ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഞാൻ കുറേ ഡ്രസ്സ് നോക്കിയിട്ട് അതിലേതെങ്കിലും ഒന്നാണ് കേട്ടോ എടുക്കുക. ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഗോൾഡ് എടുക്കാൻ പോയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രിയാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാൻ ഒരു പ്രത്യേക ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വാമിക്കുട്ടിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള പൂതി കൂടുതലാണ്. അപ്പം പിന്നെ ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്തോ എല്ലാം ആൾക്കും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴുത്തിലതേ കണ്ടില്ലേ നോക്കി നിൽക്കുന്നത് എൻ്റെ കഴുത്തിലേക്ക്. ആൾക്കും ഇതിനോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ മക്കളെ. അമ്മേനെയും കൂട്ടിപ്പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കറക്റ്റായിട്ട് സജഷൻ തരും കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഇഷ്ടം നോക്കാണ്ട് തന്നെ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേനെ കൂട്ടിപ്പോയത് എനിക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. അതിനുശേഷം എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം ഏട്ടനൊന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പം ഏട്ടൻ ഇപ്പം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോന്നും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ കണ്ടയിലുള്ള ഒരു മാല തന്നെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം അത് ഏതാണെന്നുള്ളത് ഒരു സർപ്രൈസ് വ്ളോഗായിട്ട് തന്നെ ഞാൻ ഇടും കേട്ടോ. അപ്പം അതിൽ കാണാം. അപ്പം ഇത് ആ മാലയൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാനും അമ്മയും വാമിക്കുട്ടിയും കൂടെ ഇനി പോകുന്നത് ബ്രേസ്ലെറ്റും വളയും നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓൾറെഡി മാല എടുത്ത് തന്ന ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റും വളയുള്ളതെന്ന്. അപ്പം ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞപ്പം ആ ചേട്ടൻ നമ്മൾ എടുത്ത് വെച്ച മാലയും എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇനി മുകളിലേക്ക് പോകണമെന്ന്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ സംഭവിച്ചു. താഴേക്ക് പോകണോ മുകളിലേക്ക് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ആ ചേട്ടനോടാണെങ്കിൽ പിന്നെ ഒന്നും സംസാരിക്കാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി പോയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അയ്യോ നിങ്ങളെന്തിനാണ് മുകളിലേക്ക് വന്നത്, നിങ്ങൾ താഴേക്ക് ലിഫ്റ്റിൽ പോയിക്കോളൂ
എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് എത്തിയപ്പം ആ ചേട്ടൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ സംഭവിച്ചു. അങ്ങനെ എന്തായാലും നമ്മൾ വളയുടെ സെക്ഷനിലേക്ക് എത്തിയപ്പം അവിടെ കുറേ മാലയുടെ ഒരു കളക്ഷനും ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ആ ചേട്ടൻ വരുന്നവരെ താഴെ ഇരുന്ന് നമ്മളിങ്ങനെ നല്ല കളക്ഷൻസൊക്കെ കണ്ടിങ്ങനെ കണ്ണ് തള്ളി നിൽക്കുകയായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. പിന്നെ ഗോൾഡ് ആണല്ലോ, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ എനിക്ക് ഗോൾഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണല്ലോ. ഞാൻ എൻ്റെ കല്യാണത്തിന് ഒരു 5 വർഷം മുന്നേ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അന്നുള്ളതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഇപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഇവിടുത്തെ ഓരോ കളക്ഷനൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതാ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ ആ ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ ഇപ്പം ആൾക്കാർ യൂസ് ചെയ്യുന്ന ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ, ഇങ്ങനത്തെ ഒരു തിൻ ബ്രേസ്ലെറ്റിൻ്റെ മുകളിൽ വരുന്ന ഒരു പെൻഡൻറ്റ് പോലെ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ്. അപ്പം ഞാനതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ അതേപോലത്തെ കുറേ കളക്ഷൻസ് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു കേട്ടോ. ഈവൻ ഡയമണ്ട് സെക്ഷനിലും കുറേ കളക്ഷൻസ് അവർ കൊണ്ടുവന്നിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡയമണ്ട് ഞാൻ വെറുതെ കാണാൻ വേണ്ടിയിട്ട് വെറുതെ കൊണ്ടുവന്നോളൂ എന്നുള്ള രീതിയിലാണ് കേട്ടോ അവരോട് പറഞ്ഞത്. അങ്ങനെ അവർ കുറച്ച് കളക്ഷൻസൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഡയമണ്ടിൻ്റെ സെറ്റൊക്കെ കൊണ്ടുവന്നപ്പോൾ സത്യം പറയാലോ എനിക്ക് ചെറിയ മനസ്സിനൊരു ചാഞ്ചാട്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ. കയ്യിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നി കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാനൊന്ന് കൺഫ്യൂഷൻ അടിച്ചു അത് കണ്ടപ്പോൾ. ഇനിയിപ്പം ഡയമണ്ട് എങ്ങാനും എടുക്കണോ എന്നുള്ളൊരു തോന്നലൊക്കെ വരാതിരുന്നില്ല. എന്തായാലും ഞാൻ എടുത്തോ എടുത്തില്ലെന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും അടുത്ത വ്ളോഗിൽ എന്തായാലും അറിയുമല്ലോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് അതുവരെ ഈ കളക്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാവേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ മാല എടുക്കുന്ന സമയത്തിനേക്കാളും ഒരു *2 ടൈം ഞാൻ ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ടൈം ഞാൻ ബ്രേസ്ലെറ്റും തപ്പിയിട്ടാണ് എൻ്റെ സമയം മൊത്തം പോയത്. അത്രയും കളക്ഷൻ ഉള്ളതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഇത്രയും കളക്ഷൻസ് ഒന്നും സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എല്ലാം കയ്യിലിട്ട് നോക്കിയതിൻ്റെ ശേഷമാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മാറ്റി വെച്ചിട്ട് അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. സംഭവം കുറച്ച് ടഫ് ജോബ് തന്നെയാണ്. ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക കളക്ഷൻസും എല്ലാ ഇതിൽ വരുന്നതും, അതായത് ഇപ്പോൾ ഡയമണ്ട് സെക്ഷനിൽ വരുന്നതും അല്ലാതെ ഗോൾഡിൽ വരുന്നതും ഒക്കെ എനിക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വാമിക്കുട്ടിക്ക് ഭയങ്കര ബോറടിച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ഷോറൂമിൻ്റെ ഉള്ളിൽ തന്നെ, അവിടെ കൊണ്ടുപോയി ആക്കാമെന്ന്. അങ്ങനെ വാമിക്കുട്ടി അവിടെ പോയി കുട്ടികളുടെ കൂടെയൊക്കെ വൻ കളിയായിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പം ഞാനും അമ്മയും ആ സമയം കൊണ്ട് റിംഗ് സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അപ്പം നിങ്ങൾ വിചാരിക്കും ബ്രേസ്ലെറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞോ എന്ന്. ഇല്ല മക്കളെ, ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് അവരോട് പറഞ്ഞു ഞാൻ ലാസ്റ്റിൽ ഡിസൈഡ് ചെയ്യാം, എന്തായാലും നമുക്ക് ബാക്കിയുള്ള പർച്ചേസിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിംഗ് സെക്ഷനിലേക്ക് വന്നതാണ്. എന്തായാലും ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്നുള്ളത് ഇപ്പം എന്തായാലും പറയുന്നില്ല. അത് ഒരു സർപ്രൈസ് ആയിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. അതൊക്കെ വ്ളോഗായിട്ട് വരുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഗോൾഡിൽ ഏറ്റവും ഇടാൻ ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് റിങ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് റിങ് കളക്ഷൻസ്, എനിക്ക് അധികവും റിങ് കളക്ഷൻസ് തന്നെയാണ് ഉള്ളത്. നല്ല ഇഷ്ടമാണ് പിന്നെ റിങ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു റിങ് നോക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ കുറേ ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സിമ്പിൾ റിങ് ആണ്. പക്ഷെ അമ്മ സെലക്ട് ചെയ്തതൊക്കെ കുറച്ച് ആർഭാഡിഫിക്കേഷൻ ആയിരുന്നു. എനിക്ക് അത്ര ആർഭാടം വേണ്ടാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് ആദ്യമേ പറഞ്ഞു, അമ്മ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളത് മതി കേട്ടോ എന്ന്. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പർച്ചേസ് കുറേ സമയം എടുത്തുകൊണ്ട് വാമിക്കുട്ടിക്ക് വിശന്നു. അപ്പം നമ്മുടെ ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പം ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വാമിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ നഗറ്റ്സ്, അത് വാങ്ങിക്കൊടുക്കാമെന്ന്. ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടോന്ന് അറിയില്ല. അപ്പം ഞാൻ വാമിക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പം വേഗം ചിക്കൻ നഗറ്റ്സ് ഓർഡർ ചെയ്തിട്ട് വാമിക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കാണുന്നത് എന്താണെന്ന് അറിയോ, വാമിക്കുട്ടി നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ പരസ്യം കണ്ടുകൊണ്ടാണ് കേട്ടോ ചിക്കൻ നഗറ്റ്സ് കഴിക്കുന്നത്. പിന്നെ നമുക്കവിടെ കോഫിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 തവണ നമ്മൾ ആക്ച്വലി കോഫി കുടിച്ചിട്ടുണ്ട്. കാരണം എന്താ, അത്രയും സമയം നമ്മളവിടെ ഇരുന്നല്ലോ. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാം കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കാണ്ട് ഇറങ്ങിയത്. നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ പോവുക, നമുക്ക് വേണ്ട സാധനം പർച്ചേസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി നല്ല വിഭവസമൃദ്ധമായ ഫുഡ് എന്തെങ്കിലും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ പ്ലാൻ എല്ലാം തകർത്തുകൊണ്ട് ഞങ്ങൾ ഫുൾ ഡേ അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടുപോയി. എന്തായാലും നമ്മുടെ പർച്ചേസൊക്കെ നല്ല അതിഗംഭീരമായിട്ട് തന്നെ നടന്നു. പിന്നെ ഞാൻ വാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് സിൽവറിൻ്റെ ഒരു പാദസരം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവിടെ സിൽവറിൻ്റെ സെക്ഷനും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു പാദസരം വാങ്ങി. പിന്നെ എൻ്റെ കൊളുത്ത്, അതായത് എൻ്റെ ഒരു ചെയിനിൻ്റെ കൊളുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് നന്നാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ദേ കണ്ടല്ലോ, പിന്നെയും ഞാൻ അവർ എവിടെ നിന്നൊക്കെയോ എനിക്ക് വേറെയും കളക്ഷൻസ് കൊണ്ടുവന്ന് കാണിച്ചു തന്നു കേട്ടോ, ലാസ്റ്റ് മിനിറ്റ്. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, അയാൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ഇതൊക്കെ കാണിച്ചു തരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കുറേ വേറെയും കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. ഏതെങ്കിലും എടുത്തിട്ട് പോയിക്കോട്ടെ എന്നുള്ളൊരു ലെവലിലല്ല കേട്ടോ അയാൾ കാണിച്ചിരുന്നത്. ഒരു കസ്റ്റമറോട് കാണിക്കേണ്ട ഒരു എന്താ പറയുക, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ശരിക്കും കാണിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഞാൻ ഒരു ബ്രേസ്ലെറ്റും ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ കുറേ ടൈമായിട്ടോ, ഏകദേശം 6 മണിയൊക്കെ ആയപ്പം പിന്നെ അമ്മ പറഞ്ഞു നമുക്കിനി വീട്ടിലേക്ക് പോവാം, ഇനി ബാക്കിയുള്ള ഷോപ്പിംഗ് പിന്നെ ഒരു ദിവസം വന്നിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ. അപ്പോൾ എന്താണെന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നറിയാം. അപ്പം അതൊരു അടുത്ത വ്ളോഗായിട്ട് തന്നെ വരാം കേട്ടോ, കാരണം ഈ ഒരു വ്ളോഗ് നല്ല ലെങ്ത് ആവും. അതുകൊണ്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പം നമ്മൾ പേർച്ചേസ് ഒക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മളിതേ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ദാ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ആക്ച്വലി ആ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയായിരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക എന്ന്. എന്നാലും എനിക്കിതൊന്ന് കാണിക്കണമല്ലോ. പക്ഷേ നമ്മുടെ വീഡിയോ ഏകദേശം നല്ലൊരു ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് മലബാർ ഗോൾഡിൽ നിന്ന് കാണിക്കാമെന്ന്. അപ്പം ആ വീഡിയോ വരുന്നവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം ബൈ, ടേക്ക് കെയർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. Bye bye.